അത് റെഡി ആയതാണ്. ഞങ്ങൾ ഇന്നൊരു ഹെലികോപ്റ്റർ ജേർണിക്കാണ് പോണത്. പാത്തിന് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് റെഡിയാക്കി. ഞാൻ റെഡിയായി, കാക്കായി റെഡിയായി. ഹെലികോപ്റ്റർ റൈഡിന് പോകാൻ വേണ്ടി ഞങ്ങൾ ഊബറും വെയിറ്റ് ചെയ്ത് പിക്കപ്പ് പോയിന്റിൽ നിൽക്കുവാണ്. അതാണെങ്കിൽ നെർവസുമാണ്, ക്ഷീണിച്ചു. അതിനെ കണ്ണിൽ മൂടിയാടാതിരിക്കാൻ വേണ്ടി വെച്ചേക്കണതാണ് ഇതൊക്കെ. ഞങ്ങള് അവന് ക്ലോറിൻ വെള്ളത്തിൽ അലർജി ആയി തോന്നുന്നു അവൻ. അതുകൊണ്ട് എവിടെ പോവാ നമ്മള്? ടിറ്റി സഹോദരനെ കാണാൻ പോവാണോ? അങ്ങനെ ഭയങ്കര എക്സൈറ്റഡും നെർവസും അല്ലാതോ? അത് എന്നോട് ചോദിച്ചു. ഞാനും നെർവസാണ്. വണ്ടി കാത്ത് നിൽക്കുവാണ്. ആദ്യം തൂണിലൊക്കെ ചാഞ്ഞ് തുടങ്ങി. ഞങ്ങളുടെ വണ്ടിക്കായിട്ട് കാത്തിരിക്കുന്നു എല്ലാവരും. നല്ല എക്സൈറ്റഡ് ആണ് എല്ലാവരും. വണ്ടികളിങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ഏത് വണ്ടി അതിന് കണ്ടുപിടിക്കണം. പടക്കുരുത്തക്കേടുകളാണ്. വണ്ടി അന്വേഷിച്ച് നടക്കുന്നു എല്ലാവരും. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. ചെറിയ പേടിയുണ്ടോ? ഈ വണ്ടിയാണോ എന്ന് ചോദിച്ചെങ്കിൽ നടക്കാനേക്ക. അങ്ങനെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയൊക്കെ വന്ന് അപ്പോൾ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തേക്കാന്ന് ഓർത്ത് അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് വണ്ടിയിൽ ഞങ്ങളുടെ ഹെലികോപ്റ്റർ റൈഡിനുള്ള യാത്രയിലേക്ക് പോവാണ്. അപ്പം നല്ല എക്സൈറ്റഡ് ആണ്. ഇപ്പം പോണ വഴിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അതൊക്കെ പകർത്തിയേക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോണ വഴി കുറച്ച് കാഴ്ചകളൊക്കെ എടുത്ത് എത്തി. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ അവിടെ ഫോം ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ടേക്കൊക്കെ കയറുവാണ്. ഞങ്ങൾ കയറാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ ഏതാണെന്നറിയില്ല. ഒക്കെ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നല്ല നെർവസായി. സത്യം പറയാലോ, ഇവിടെ എത്തിയപ്പോഴാണ് ആദ്യം ഡോർ ഓപ്പണിൽ കയറാന്നൊക്കെ വിചാരിച്ചാണ്. അപ്പൊ എന്താ അതിന് പേടിയാന്ന്. എനിക്ക് അതിന് നല്ല പിടി. കക്കക്ക് മാത്രമേ ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ ഡോർ ഓപ്പൺ ചെയ്തുള്ളതിൽ. ആദ്യം എന്നാ പിന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് അത്ര നിർബന്ധം കൊച്ചിൻ്റെ ഫ്രണ്ട് എത്തിയിട്ട് ഉള്ളത് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് പേടിയായിരുന്നു. അതിനും പേടി വേണ്ടെന്ന് പറഞ്ഞത്. ഇക്കാക്ക മാത്രമാണ് ഡോറ് തുറന്നതിൽ പോകാനുള്ള ധൈര്യം കാണിച്ചത്. ഞങ്ങൾ രണ്ടുപേർക്കും ധൈര്യം കുറവായിരുന്നു. ഫ്രണ്ടും കയറുന്ന ടെൻഷനേ. എല്ലാവരും വെള്ളം കൂടിയാണ് ഇവിടെ. അതെ, ഈ കാക്കാക്ക് ഡോർ തുറക്കാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡോർ അടഞ്ഞ ഡോർ വേണമെന്നായിരുന്നു. അതെ, അവനോട് പറഞ്ഞു അവൻ ഹെലികോപ്റ്ററിന് ഫ്രണ്ട് ഇരിക്കാൻ പറഞ്ഞു. അന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും അതോ ഇരുന്നോളാം. കാക്ക ഫ്രണ്ട് ഇരുന്നോ? ഞാനും അതോ ഇരുന്നോളാം. അല്ലേ അതോ? ഇപ്പൊ ഇവിടെ ഗെയിമൊക്കെ തുടങ്ങി. അതിസാഹസികമായി ഗെയിമിൽ ആര് വിന്നാകും ആര് തോക്കും എന്നാണ്. അയ്യോ, എന്നാലും എന്താ ഒരു ഇതില് ആദ്യം തോപ്പിച്ചു അല്ലേ? അതാ വീണ്ടും 2 പ്രാവശ്യം തോറ്റു. കാക്കാന് എക്സൈറ്റഡില് എല്ലാം തോറ്റുപോയി.
ആ കൊച്ചിന്റെ മുന്നിൽ തോറ്റുപോയി. ഞാൻ വിന്നായി. കണ്ടോളൂ. അയ്യോ ഞങ്ങൾ അങ്ങനെ കയറി ഫുഡ് എടുത്തായിരുന്നു. അതോ അങ്ങനെ കാർ ഞാൻ ഫ്രണ്ടിലാണ് ഇരിക്കണ്ടേ. ശരി നിങ്ങളുടെ വീഡിയോ എടുക്കാൻ Alright guys, give me a second. I'm gonna make a couple radio calls, get us out of here, and I'll get right back to you. Okay? അങ്ങനെ ഞങ്ങൾ ഹെലികോപ്റ്ററിൽ കയറിയത് വളരെ സന്തോഷമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഹെലികോപ്റ്റർ പറന്നു പറക്കാൻ വേണ്ടി തുടക്കമാണ്. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ ഹെലികോപ്റ്ററിലുള്ള യാത്ര വളരെ രസമായിരുന്നു കേട്ടോ. ആദ്യം വളരെ ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, പെട്ടെന്ന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മളെല്ലാം കണ്ട് നല്ല രസമായിട്ട് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ലാൻഡ് ചെയ്ത പോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി. എനിക്കും അതിനും ഇക്കാക്ക ഞങ്ങൾ മൂന്നുപേർക്കും അങ്ങനെ കാക്കാക്കും തോന്നി. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് കണ്ടിരുന്നുള്ളൂ. പക്ഷേ ലാസ് വേഗസ് ട്രിപ്പ് ഫുള്ള് കാണിച്ചു കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പൈലറ്റ് നല്ലതായിരുന്നു. നമ്മൾ നിന്ന ഹോട്ടലൊക്കെ കാണിച്ചു തന്നു അയാൾ. എല്ലാ മെയിൻ ഏരിയാസ് എല്ലാം അയാൾ കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇതിൽ എടുത്തില്ല. ഞങ്ങൾ വീഡിയോസ് മാത്രമേ എടുത്തോളൂ. അയാളിങ്ങനെ കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല യാത്രയും നല്ല ട്രിപ്പായിരുന്നു. അതാണ് ഞങ്ങളുടെ പൈലറ്റ്. പിക്കാക്ക വീഡിയോ എടുക്കുമായിരുന്നു. അതെല്ലാം കാഴ്ചയും കണ്ട് എൻജോയ് ചെയ്തു. അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് ലാസ്റ്റ് ഹെലികോപ്റ്റർ റൈഡൊക്കെ എന്നെ പാത്രം ചോദിച്ചപ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നു, പേടിയായിരുന്നു വെച്ചാൽ പാത്രം പറഞ്ഞാൽ അത് പേടിയൊന്നുമായില്ല. പക്ഷെ കണ്ട് തീർന്നത് പെട്ടെന്ന് സമയം പോലെ തോന്നി. കാര്യം പെട്ടെന്ന് എല്ലാം നമുക്ക് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. കാര്യം ഇങ്ങനെ ഇത്രയും ടോപ്പിൽ കാണുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഒരു സമയം ഞങ്ങളൊരു 7:30 ആയിരുന്നു ഞങ്ങളുടെ ബുക്കിംഗ് ടൈം. അപ്പോൾ ആ സമയത്ത് ഇരുട്ടായിരുന്നു. അപ്പം നല്ല ലൈറ്റൊക്കെ ഫുൾ ഫുൾ ലൈറ്റായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. വണ്ടിയൊക്കെ പോണത് കാണാനും എല്ലാം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ലാസ് വേഗാസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഹെലികോപ്റ്റർ റൈഡ് തന്നെയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് അതായിരുന്നു ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ US ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങളുടെ പൈലറ്റ് ഭയങ്കര വർത്തമാനക്കാരനായിരുന്നു. അപ്പോൾ അയാൾ കുറേ വിശേഷമൊക്കെ ചോദിച്ച് എവിടെ നിന്നാണ് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ആ വഴി പോകും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചെയ്യും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ നല്ല വൈബ് തോന്നില്ലേ, നല്ല വൈബായിരുന്നു ഞങ്ങൾക്ക്. ഹെലികോപ്റ്റർ റൈഡ് കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയുക, അതിൻ്റെ എനർജി നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ മൂന്നുപേരും. എന്ന് വെച്ചാൽ നല്ല ഇതായിരുന്നു. ഇക്കാക്ക് ഇച്ചിരി വിഷമമുണ്ടായിരുന്നു. മറ്റേ എന്താ പറയുക, ഇക്കാക്ക് ഈ ഞങ്ങളുടെ വിൻഡോസ് ക്ലോസ്ഡ് ആയിരുന്നല്ലോ. വിൻഡോസ് അല്ല, ഞങ്ങളുടെ ഡോർ ക്ലോസ്ഡ് ആയിരുന്നല്ലോ. നമുക്ക് ഓപ്പൺ ഡോറുള്ള ഹെലികോപ്റ്ററിൽ പോകണമെന്നായിരുന്നു. പക്ഷേ എനിക്കും പേടിയുണ്ടായിരുന്നു, അതിനും പേടിയുണ്ടായിരുന്നു. പിന്നെ അതെന്താ ഞങ്ങൾക്ക് കിട്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തിന് ഓൾറെഡി വെയിറ്റ് കുറവായതുകൊണ്ട് ഇത്ര വെയിറ്റ് വേണം, ഇത്ര വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഹെലികോപ്റ്റർ റൈഡിൽ തന്നെ കൊച്ചി പറന്നു പോകുന്നവർ പറഞ്ഞു. ഇത്ര വെയിറ്റ് വേണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഇതാകുമ്പോൾ നല്ല എന്താ പറയുക, നല്ല റിലാക്സ് ചെയ്ത് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കും പേടിയുണ്ടായില്ല, ആദ്യത്തിനും പേടിയുണ്ടായില്ല, ആർക്കും പേടിയുണ്ടായില്ല. അപ്പോൾ അയാൾ കാഴ്ചയൊക്കെ ഇങ്ങനെ വിശാലമായി പറഞ്ഞൊക്കെ തരുന്നുണ്ട്. ഇതൊക്കെ പൊക്കത്തിലൊക്കെ കാണുന്നതൊക്കെ ഹോട്ടൽസും കാസിനോസൊക്കെ ആണ്. പിന്നെ അവിടെ സ്പിയർ കാണാം നമുക്ക്. ശ്രദ്ധിച്ച് നോക്കിയാൽ ലൈറ്റ് മാറുന്നതനുസരിച്ച് വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, ഫുൾ അടിപൊളിയായിരുന്നു. അപ്പം എന്താ ഞങ്ങൾ അതുകൊണ്ട് കണ്ട് രസിക്കുമായിരുന്നില്ല.
പിന്നെ അത് ആ ഗോൾഡൻ റോഡ് തുടങ്ങുന്ന ട്രംപ് ടവറാണ്. പിന്നെ കുറേ ഹോട്ടൽസ് ഉണ്ട്. അത് ഹിൽട്ടൺ. പിന്നെ ഞങ്ങൾ താമസിച്ചത് MGMും വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഉണ്ട്, മീൻസ് കാണാം. പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, കുറേ ട്രഷർ ഐലൻഡ്, കുറേ ഹോട്ടൽസ് അങ്ങനെ എല്ലാം തന്നെ മിക്കത് കാണുന്നത് എല്ലാം നല്ല രസമായിട്ട് ഇരിക്കുന്നത്. ബെഞ്ചുണ്ട് അതിൻ്റെ ഇടയിൽ. ഇപ്പുറം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കാണുന്നതിനെക്കാട്ടും രസമാണ് നേരിട്ട് ഇത് ചെയ്യുമ്പോൾ. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. അപ്പം മെയിൻലി ഫോക്കസ് ചെയ്തത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിങ്ങനെ ചുമ്മാ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കൊന്നുമില്ല. അങ്ങനെയായിരുന്നു ഫോൺ പഠിച്ചത്. ബാക്കിയെല്ലാം നമ്മൾ കാണാനായിരുന്നു ശ്രദ്ധിച്ചത്. ഞങ്ങളുടെ ഹോട്ടലിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ആ കോസ്മോപൊളിറ്റനിൽ ഞങ്ങൾ നിന്ന് അവിടെ കോസ്മോപൊളിറ്റൻ കാണിച്ചായിരുന്നു. ആ ഹോട്ടലിൽ നിന്ന് അത് നല്ല ഹോട്ടലാണ്. ആ പ്ലാനറ്റ് ഹോളിവുഡിൻ്റെ ഇപ്പറായിട്ടൊരു അതേ കണ്ട കോസ്മോപൊളിറ്റൻ അവിടെ ഞങ്ങൾ നിന്നായിരുന്നു. ആ ഹോട്ടൽ നല്ല അടിപൊളി ഹോട്ടലാണ്. കോസ്മോപൊളിറ്റൻ എന്ന് വെച്ചാൽ F1 ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നത്. F1 ഒരു സീന് പച്ച കളറോട് ചെറുതായിട്ട് കാണുന്നത് അത് അവിടെയാണ് ഞങ്ങൾ MGM. അവിടെ നിന്നു, കോസ്മോപൊളിറ്റനിൽ നിന്നു. പിന്നെ അവിടെ എസ്കാലിബറിലും നിന്നു. ലിപ്പറ തന്നെ എസ്കാലിബർ അവിടെ ഉണ്ട്. കുറേ സ്ഥലത്ത് ആ കാണുന്നതാണ് എക്സ്കാലിബർ. വൈറ്റ് എന്താ നമ്മുടെ ഡിസ്നി ലാൻഡൊക്കെ പോലെ പങ്ക് വെച്ചേക്കണത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ പിരമിഡിൻ്റെ ഒരു ഹോട്ടലാണ് അതും. അതിൻ്റെ എന്താണ് ഇത് പുറമേ നിന്നുള്ള ഭംഗിയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടത്. ഞങ്ങൾ പോയില്ല അതിനകത്ത്. പിന്നെ എന്താണ് അപ്പുറം ഉള്ള ഹോട്ടൽസ് മണ്ടാൻ്റെ ബേ. ഞങ്ങളോട് ഞങ്ങളുടെ പൈലറ്റ് ചോദിച്ചു ഏത് ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്യണതാണ് MGM ഗ്രാൻഡ്. ആ ഗ്രീൻ കളറിൽ കാണുന്നതാണ് MGM ഗ്രാൻഡ്. അപ്പോൾ അതിന് ചുറ്റുമുള്ള MGM ഗ്രാൻഡ് ഞങ്ങളുടെ ഹോട്ടൽ കാണിച്ചു തന്നെയാണ്. ആ സീനാണ് ഇവിടെ. അതാണ് ഞങ്ങളുടെ ഹോട്ടലുകൾ കാണിച്ചു തന്നെ ഹെലികോപ്റ്ററിൽ. നല്ലതായിരുന്നു കേട്ടോ. അതിൻ്റെ സ്ട്രിപ്പ് ഫുള്ള് ലാസ് വേഗാസ് സ്ട്രിപ്പ് ഫുള്ള് ഞങ്ങളെ കാണിച്ചു. ലാസ് വേഗാസ് സ്ട്രിപ്പാണ് നമ്മളിപ്പോൾ എല്ലാം കാണുന്നത്. അതിലൂടെ കാഴ്ചകൾ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ പെട്ടെന്ന് തീർന്ന പോലെ തോന്നി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹെലികോപ്റ്റർ റൈഡ്. നല്ല റൈഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. 15 മിനിറ്റ്സ് ആയിട്ട് തോന്നിയില്ല, പക്ഷെ നല്ല പെട്ടെന്ന് തീർന്നു. പിന്നെ എനിക്ക് നല്ല ഇഷ്ടവും പെട്ടു. ഇതാണ് ലാസ് വേഗാസിലെ ബിഗ്ഗസ്റ്റ് ഫെയറസ് വീലാണ് ആ കണ്ടത്. അതാണ് ഏറ്റവും ഇത് ഹൈ റോളർ ഒബ്സർവേഷൻ വീലും കൂടിയാണ് അത്, അങ്ങനെ അറിയപ്പെടുന്നത്. ലിങ്ക് ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ കാണുന്നത് വെസ്റ്റ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഹോട്ടലാണ്. ഹോട്ടൽ പ്ലസ് കാസിനോ ആണ്. അത് കഴിഞ്ഞിട്ട് ആ റെഡിൽ ഇതുപോലെ കാണുന്നത് ഒരു സ്റ്റാർ ടവർ എന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത് കാണുന്ന ഫൗണ്ടൻ ബ്ലൂവിലും ആ ഹോട്ടലിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടു. അത് നല്ലൊരു ഹോട്ടലായിരുന്നു. അതൊരു ലക്ഷറീസ് ഹോട്ടലായിരുന്നു ഫൗണ്ടൻ ബ്ലൂ. അത് നല്ലതായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെയാണ് സ്റ്റാർ ടവറിൽ ടോപ്പിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. പ്ലസ് നമുക്ക് വ്യൂ എല്ലാം ഉണ്ട്. അതും അടിപൊളിയായിരുന്നു. ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് 1000 സ്റ്റാർ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1149 ഫീറ്റാണ് ഉള്ളത്. അത്യാവശ്യം പൊക്കമുണ്ട്. നല്ല മ്യൂസിക് ഉണ്ട് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ. മൊത്തത്തിൽ എന്താ പറയുന്നത്, ആദ്യം പറഞ്ഞ പോലെ പെട്ടെന്ന് ഞങ്ങളുടെ ഹെലികോപ്റ്റർ റൈഡ് തീർന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ജസ്റ്റ് കണ്ണ് തുറന്ന് നോക്കി കണ്ണടച്ചപ്പോഴത്തേക്ക് എന്താ റൈഡ് തീർന്ന പോലെ തോന്നി. നല്ല അടിപൊളിയായിരുന്നു.
നോക്കാൻ പറ്റും. അവന് വീഡിയോയിലേക്ക് നോക്കണ്ടായിരുന്നു, കാര്യം അത്രയ്ക്ക് ബിസി ആയിരുന്നു. അവന് കാഴ്ച കാണുന്നു, അവന് കാഴ്ച കണ്ട് രസിക്കുകയായിരുന്നു. അവന് മൊത്തത്തിൽ കാഴ്ച ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നല്ല രസമായിരുന്നു, നല്ല കാഴ്ചയായിരുന്നല്ലോ. അതുകൊണ്ട് അവന് വീഡിയോ പോലും നോക്കാനുള്ള ഇതുണ്ടായില്ല. അവനതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് അപ്പം തന്നെ അവൻ്റെ കാഴ്ച നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, വ്യൂസൊക്കെ. ഞങ്ങളോട് എന്താണ് ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോസ് പിന്നെ ഫ്രണ്ട് ക്യാമിൽ എടുക്കുമ്പോൾ വീഡിയോസ് ഭയങ്കര ഡള്ളായിട്ട്, കാര്യം ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈലറ്റിനെ കാണാൻ പറ്റുന്ന നേരത്തെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നായിരുന്നു. പിന്നെ ഞങ്ങളുടെ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ് ഇതിവിടെ കാണുന്നത്. ഞങ്ങളുടെ സ്ഥലമൊക്കെ എത്തി. ഞങ്ങൾ ഇറങ്ങി ഭയങ്കര സാടായിരുന്നു. അയ്യോ ഇനി കഴിഞ്ഞു പോയി, അടുത്ത ട്രിപ്പും കൂടെ വേണമെന്നൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ഇറങ്ങി ഇത് പോവാട്ടോ. അതിന് ഒരു ടാബിൾ വണ്ടിയാന്ന് ഒരു ടാബ് കളിക്കുന്നത് കിട്ടുവാൻ. കൊച്ചിന് ടാബുണ്ട്. അപ്പോൾ ഹെലികോപ്റ്ററിൽ കയറിയോണ്ട് ടാബ് അതൊരു ബീച്ചില്ല. ഇതൊക്കെ എല്ലാ വണ്ടിയിലും ഉള്ള സാധനം. ഞാനിപ്പോൾ ഹെലികോപ്റ്ററിൽ കയറിയതുകൊണ്ട് എനിക്കിതൊന്നും കാണണ്ടെന്നായി. വെള്ളം കിട്ടിയപ്പോഴാണ്